In this video, we will discuss about geotechnical investigation. The geotechnical investigations are mainly classified into two: preliminary investigations and detailed investigation. The preliminary investigation includes details about proposed construction, collect already existing data and then examines for soils and geological condition, details required for economic design, റെക്കഗ്നൈസൻസ്. ഇപ്പോൾ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ അതിന് പ്രൊപ്പോസ്ഡ് കൺസ്ട്രക്ഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡാറ്റാസ്, സോയിലിനെ എക്സാമിൻ ചെയ്ത ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാം. പിന്നെ ഡീറ്റെയിൽസ് റിക്വയർഡ് ഫോർ എക്കണോമിക് ഡിസൈന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ്, റെക്കഗ്നൈസൻസ് ഒക്കെ വരുന്നത് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ്റെ അകത്താണ്. നെക്സ്റ്റ്, ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ ക്ലാസിഫൈഡ് ഇൻ ടു 3: ഡയറക്റ്റ് മെത്തേഡ്, സെമി ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി നമ്മൾ ചെയ്യുന്ന, ഡയറക്റ്റായിട്ട് അതായത് ട്രയൽ പിറ്റോ ട്രെഞ്ചസ് ഒക്കെ ഉണ്ടാക്കി ചെയ്യുന്നതാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സെമി ഡയറക്റ്റ് മെത്തേഡ്സ് ദാറ്റ് മീൻസ് ബോറിങ്സ്, ഓഗർ ബോറിങ്, ഷെൽ ആൻഡ് ഓഗർ ബോറിങ്, വാഷ് ബോറിങ്, പെർക്കഷൻ ഡ്രില്ലിങ്, റോട്ടറി ഡ്രില്ലിങ്. ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഓഗർ ബോറിങ്, വാഷ് ബോറിങ്, റോട്ടറി ഡ്രില്ലിംഗ് ആണ് പഠിക്കാനുള്ളത്. നെക്സ്റ്റ്, ഇൻഡയറക്റ്റ് മെത്തേഡ്സ് യൂസിങ് geophysical methods and sounding or penetration test. The geophysical methods includes seismic methods and electrical resistivity method. Sounding or penetration tests include standard penetration test, static cone penetration test, dynamic cone penetration test. അപ്പോൾ അതിൻ്റെ അകത്ത് ജിയോഫിസിക്കൽ മെത്തേഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. സൗണ്ടിങ് ഓർ പെനിട്രേഷൻ ടെസ്റ്റിൻ്റെ അകത്ത് SPT മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് ടെസ്റ്റ് പിറ്റ്. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, യൂഷ്വലി മെയ്ഡ് ഫോർ സപ്ലിമെൻറ്റ് അതർ മെത്തേഡ്സ് ഓർ ഫോർ മൈനർ സ്ട്രച്ചസ്, വിഷ്വൽ ഇൻസ്പെക്ഷൻ ഓഫ് സോയിൽ, പേഴ്സണൽ ഫീലിംഗ് ഓഫ് സോയിൽ, കളക്ഷൻ ഓഫ് സോയിൽ സാമ്പിൾ. അപ്പോൾ നമ്മൾ ആ ഒരു പിറ്റ് കണ്ടിട്ട് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് സോയിലാണെന്ന് മനസ്സിലാക്കുക. ആ സോയിൽ സാമ്പിൾസ് നമ്മൾ കളക്ട് ചെയ്യുക. അപ്പം ഇതാണ് ടെസ്റ്റ് പിറ്റിൻ്റെ അകത്ത് ചെയ്യുന്നത്. അപ്പോൾ മൈനർ വർക്ക്സിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് പിറ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഓഗർ ബോറിംഗ് എന്ന് പറയുന്നത്. ഓഗർ ബോറിംഗ് നമ്മൾ ഓഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മെയിൻലി യൂസ്ഡ് ഫോർ കോസി ആൻഡ് അതർ സോഫ്റ്റ് സോയിൽസ് എബവ് വാട്ടർ ടേബിൾ. ഓഗേഴ്സ് ക്യാൻ ബി ഓപ്പറേറ്റഡ് മാനുവലി ഓർ മെക്കാനിക്കലി. അപ്പോൾ ഓഗേഴ്സ് യൂസ് ചെയ്ത്, ഇതാണിപ്പം ഹാൻഡ് ഓപ്പറേറ്റഡ് ഓഗേഴ്സ് ആണ് ഇത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഓഗേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ സോയിൽ സാമ്പിൾസ് കളക്ട് ചെയ്യുക. അപ്പോൾ സോഫ്റ്റ് സോയിൽസിൽ, കോസി സോയിൽസിലൊക്കെയാണ് നമ്മൾ ഓഗർ ബോറിംഗ് മെത്തേഡ്സ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഹാൻഡ് ഓപ്പറേറ്റഡ് ഓഗേഴ്സും ഉണ്ട്, മെക്കാനിക്കലി ഓപ്പറേറ്റഡ് ഓഗേഴ്സും ഉണ്ട്. ഹാൻഡ് ഓപ്പറേറ്റഡ് ഓഗേഴ്സ് എന്ന് പറയുമ്പോൾ 3 to 5 മീറ്റർ ഡെപ്തിലാണ് നമ്മൾ ഓഗർ ബോറിംഗ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഹാൻഡ് ഓപ്പറേറ്റഡ് ഓഗേഴ്സ് എന്ന് പറയും. Hand augers is attached to lower end of a pipe of about 18 mm dia. The pipe is provided with a cross arm at its top. Hole is advanced by turning the cross arm manually and at the same time applying thrust in the downward direction. When the auger is filled with the soil, it is taken out. ഇപ്പോൾ ഹാൻഡ് ഓപ്പറേറ്റഡ് ഓഗേഴ്സ് ആണെങ്കിൽ ആ ഓഗേഴ്സിനൊരു പൈപ്പ് ഉണ്ട്. ആ പൈപ്പ് 18 mm ഡയ ആയിരിക്കും. അതിൻ്റെ താഴെയാണ് ഈ ഓഗേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ആ പൈപ്പിൻ്റെ മുകളിലായിട്ട് ഒരു ക്രോസ് ആം ഉണ്ട്. അപ്പോൾ ആ ക്രോസ് ആം റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ ത്രസ്റ്റ് കൂടി അപ്ലൈ ചെയ്തിട്ടാണ് സോയിലേക്ക് ഈ ഒരു ഓഗർ പെനിട്രേറ്റ് ചെയ്ത് വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് മെക്കാനിക്കലി ഓപ്പറേറ്റഡ് ഓഗേഴ്സ്. അപ്പോൾ നമ്മൾ മെക്കാനിക്കലി ഓപ്പറേറ്റഡ് ഓഗേഴ്സ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഹോൾസ് ഇൻ ഹാർഡ് സ്ട്രാറ്റ ടു എ ഗ്രേറ്റ് ഡെപ്ത് ആൻഡ് ദേ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ ഗ്രാവലി സോയിൽസ്. They are driven by power. Auger boring is generally used in soil which can stay open without casing or drilling mud. For soils which cannot stay unsupported, especially for sandy soil below water table, a casing is normally required. അപ്പോൾ നമ്മൾ ഓഗേഴ്സ്, മെക്കാനിക്കലി ഓപ്പറേറ്റഡ് ഓഗേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഹാർഡ് സ്റ്റാറ്റ അല്ലെങ്കിൽ ഗ്രേറ്റർ ഡെപ്തിലോട്ട് നമ്മൾ ഓഗർ ബോറിംഗ് ചെയ്യണമെങ്കിൽ നമ്മൾ മെക്കാനിക്കലി ഓപ്പറേറ്റഡ് ഓഗേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ പവർ യൂസ് ചെയ്തിട്ടാണ് ഡ്രിവൺ ചെയ്യുന്നത്. അപ്പം നമ്മൾ ശരിക്കും ക്ലേ ഒക്കെ ആകുമ്പം ആ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് അതിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന സോയിൽസിലാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രാവലി സ്റ്റാറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ നമ്മൾ ഓഗർ ബോറിംഗ് ചെയ്യുന്ന സമയത്ത് സൈഡിലുള്ള സോയിലിന് കൊളാപ്സ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനത്തെ കേസിന് നമ്മൾ ഒരു കേസിങ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്.
അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഷെൽ ആൻഡ് ഓഗർ ബോറിംഗ് എന്ന് പറയും. അപ്പം ഓഗർ ബോറിംഗ് cannot be used when there are large cobble, boulders or other obstruction which prevent drilling of holes. സർഫസ് എക്സ്പ്ലോറേഷൻ, ഹൈവേസ്, റെയിൽവേസ്, എയർഫീൽഡിലൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഓഗർ ബോറിംഗ് യൂസ് ചെയ്യുന്നത്. കാരണം ഗ്രേറ്റർ ഡെപ്തിലോട്ട് നമുക്ക് എക്സ്പ്ലോറേഷൻ ചെയ്യേണ്ട സിറ്റുവേഷൻ വരാതിരിക്കുന്ന കേസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. The investigations are done quietly, rapidly and economically by auger boring. The main disadvantage of auger boring is that samples brought up by augers are badly disturbed. ഒന്ന് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഒന്ന് ലാർജ് കോബിൾസ്, ബോർഡേഴ്സ് അങ്ങനത്തെ കേസസിൽ നമുക്കിത് ഓഗർ ബോറിംഗ് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഡിസ്റ്റർബ്ഡ് സാമ്പിൾസാണ് ഓഗർ ബോറിംഗ് ബൈ നമുക്ക് കിട്ടുന്നത്. പിന്നെ മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ യൂസ് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എയർഫീൽഡിൽ, റോഡിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഗ്രേറ്റർ ഡെപ്തിലോട്ട് എക്സ്പ്ലോറേഷൻ വേണ്ടാത്ത സിറ്റുവേഷനിൽ. പിന്നെ റാപ്പിഡ് അഡ്വാൻറ്റേജ് പറഞ്ഞാൽ റാപ്പിഡാണ്, എക്കണോമിക്കലായിട്ട് നമുക്ക് ഓഗർ ബോറിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് മെഷീൻ ഓപ്പറേറ്റഡ് ഓഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവഴി ഈ ഒരു ഫിഗർ കാണിച്ചത്, ഈ സ്ലൈഡ് ബ്ലേഡ് പോലെയുള്ള സാധനമാണ് ഓഗർ ബോറിംഗ് എന്ന് പറയുന്നത്, ഓഗറിൻ്റെ ബ്ലേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് വാഷ് ബോറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വാഷ് ബോറിങ്ങിൻ്റെ അകത്ത് സെൻറ്ററിലൂടെ നമുക്കൊരു ഒരു പൈപ്പ് ഉണ്ടാവും. അതൊരു കേസിങ് നമ്മൾ ഇറക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, പുറത്തൊരു കേസിങ് നമ്മൾ ഇറക്കും, ഒരു ഹോൾ ഉണ്ടാക്കുക, അതിലെ ഒരു കേസിങ് നമ്മൾ ഇറക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഒരു പൈപ്പ് പോലെ കണക്ട് ചെയ്ത് അതിൻ്റെ എൻഡിൽ നിന്ന് ഒരു ഡ്രിൽ ബിറ്റ് കൊടുത്തിട്ടുണ്ടാകും. ചിസർ ഷേപ്ഡ് ഡ്രിൽ ബിറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പം സോയിലിനെ ഡ്രിൽ ചെയ്ത് താഴോട്ട് ഡ്രിവൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വാട്ടർ സപ്ലൈ ചെയ്യും, ടോപ്പിൽ നിന്ന് വാട്ടർ കൂടി സപ്ലൈ ചെയ്യും. എന്നിട്ട് ആ വാട്ടർ എന്ത് ചെയ്യും, സോയിലിലേക്ക് ഈസിലി ഡ്രിവൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആ വാട്ടറും ആ ചിസർ ഷേപ്പിലുള്ള ബിറ്റുമാണ് സോയിലിലേക്ക് ഈസിലി ആ പൈപ്പിനെ പെനിട്രേറ്റ് ചെയ്യുന്നത്. ഇനി ഈ വെള്ളവും സോയിലും മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സ്ലറി കിട്ടും. ആ സ്ലറി നമ്മൾ ടോപ്പിലൂടെ കളക്ട് ചെയ്ത് ഒരു കളക്ഷൻ ടബ് നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ സമ്പിലോട്ട് കളക്ട് ചെയ്യും. ആ ഒരു കളറ്, ഇപ്പോൾ വാഷ് വാട്ടറിൻ്റെ കളർ ഏതാണോ, അതായത് വെള്ളവും സോയിലും തമ്മിൽ മിക്സ് ചെയ്തിട്ട് ഒരു കളർ കിട്ടുമല്ലോ, സൊല്യൂഷൻ സ്ലറി പോലെ കിട്ടും. അപ്പോൾ ആ സ്ലറീൻ്റെ കളറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് സോയിലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പം ഫോർ സോയിൽസ് വിച്ച് ഓഗർ ബോറിംഗ് ഈസ് നോട്ട് സ്യൂട്ടബിൾ, ഇൻ വാഷ് ബോറിംഗ് എ ഹോൾ ഈസ് ഡ്രിൽഡ് ബൈ ഫസ്റ്റ് ഡ്രൈവിംഗ് എ കേസിംഗ് അബൌട്ട് 2 to 3 meter long and then inserting into a hollow drill rod with a chisel-shaped chopping bit at its lower end. Water is pumped down through the hollow drill rod, which is known as wash pipe. Water emerges as a strong jet through a small opening of the chopping bit. Hole is advanced by the combination of chopping and jetting action of the bit. Water disintegrate into soil. The cuttings are forced up the ground surface in the form of soil water slurry. Water and chopped soil particles rise upward through the annular space between the drill rod and the casing. It collects in a tub through a T-shaped pipe fixed at the top of the casing. അപ്പോൾ നമ്മൾ ഓഗർ ബോറിംഗ് ചൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ് നമ്മൾ വാഷ് ബോറിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു ബോർഹോൾ ഉണ്ടാക്കും, അതിലേക്ക് ഒരു 2 to 3 meter ലെങ്ത്തിൽ നമ്മൾ ഒരു കേസിങ് ഇറക്കുന്നു. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു ഹോളോ ഡ്രിൽ റോഡ് ഇറക്കുന്നു. അതിൻ്റെ ബോട്ടത്തിലൊരു ചിസർ ഷേപ്പ് ഡ്രിൽ ബിറ്റ് ഉണ്ടാവും. ആ ഹോളോ റോഡിലൂടെയാണ് നമ്മൾ വാട്ടർ പമ്പ് ചെയ്യുന്നത്. അപ്പം വാട്ടർ ജെറ്റിംഗ് ആക്ഷനും അതേമാതിരി ചോപ്പിംഗ് ആക്ഷനും വഴിയാണ് നമ്മൾ സോയിലിന് ഉള്ളിലേക്ക് ഡ്രിവൺ ചെയ്യുന്നത്. ആ വാട്ടർ സോയിൽ മിക്സ്ചറിന്, അതിനാണ് സ്ലറി എന്ന് പറയുന്നത്. അത് നമ്മളൊരു ടബിലോട്ട് കളക്ട് ചെയ്യും. ആ വാട്ടറിൻ്റെ കളറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് സോയിലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. Cannot be used efficiently in hard soil, rocks and soil containing boulders. For collecting samples, replace drill bit with sampler. Change of rate of progress and change of color of wash water indicate the change in soil stratum. അപ്പം ഹാർഡ് റോക്കിൽ അങ്ങനെ ഹാർഡ് സോയിലൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ സോയിൽ സാമ്പിൾസ് കളക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ബിറ്റിന് പകരം നമ്മളൊരു അവിടെ ഒരു സാമ്പിളർ കൊടുത്തിട്ട് സോയിൽ സാമ്പിൾസ് കളക്ട് ചെയ്യാം. പിന്നെ ചേഞ്ച് എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് ഓഫ് പ്രോഗ്രസ്, നമ്മൾ എത്ര ഡെപ്തിലോട്ട് ഡ്രിവൺ ചെയ്യുന്നതിൻ്റെ റേറ്റ് ഓഫ് പ്രോഗ്രസ്
കളർ ഓഫ് വാഷ് വാട്ടറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് സോയിൽ സ്ട്രാറ്റാന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഒരു ഫിഗർ കാണിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് വരുന്നതാണ് റോട്ടറി ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ റോക്കിൻ്റെ കേസിലൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ റോട്ടറി ഡ്രില്ലിംഗ് യൂസ് ചെയ്യുന്നത്. ഡ്രിൽ ബിറ്റ് നമ്മൾ ഒരു ലോവർ എൻഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ മുകളിൽ ഒരു ഡ്രിൽ റോഡ് ഉണ്ടാകും. ഡ്രിൽ റോഡ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് പവർ യൂസ് ചെയ്തിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെള്ളം നേരത്തെ പമ്പ് ചെയ്തില്ല, അതിന് പകരം നമ്മൾ ബെൻഡോനൈറ്റ് സ്ലറിയാണ് അണ്ടർ പ്രഷറിൽ നമ്മൾ കൊടുക്കുന്നത്. അത് ഡ്രിൽ റോഡിലൂടെ താഴോട്ട് പമ്പ് ചെയ്യും. ആൻഡ് ഇറ്റ് കംസ് അലോങ് വിത്ത് ദ കട്ടിംഗ് ഓഫ് സോയിൽ. റോക്ക് കോർസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ യൂസിങ് സ്യൂട്ടബിൾ ഡയമണ്ട് ഡ്രിൽ ബിറ്റ്സ് ആൻഡ് കോർ ബാരൽസ്. അപ്പോൾ റോക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഡയമണ്ട് കോർബിറ്റ് യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മെയിനായിട്ട് റോക്സിലൊക്കെയാണ് നമ്മൾ റോട്ടറി ഡ്രില്ലിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡ്രിൽ റോഡ് ഉണ്ടാവും ഹോളോ ആയിട്ടുള്ള, അതിലൂടെ നമ്മൾ ബെൻഡോനൈറ്റ് സ്ലറിയാണ് പാസ് ചെയ്യുന്നത്. അണ്ടർ പ്രഷറാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. പിന്നെ റോക്ക് സാമ്പിൾസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയമണ്ട് കോർബിറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് റോട്ടറി ഡ്രില്ലിങ്ങിൻ്റെ ഇമേജസ് എന്ന് പറയുന്നത്. ഇത് ഈ കാണിച്ചിട്ടാണ് ബെൻഡോനൈറ്റ് സ്ലറി എന്ന് പറയുന്നത്.